അങ്ങനെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച പ്രശാന്ത് ശിവൻ ആരാണ് എന്ന് നോക്കാം. പ്രശാന്ത് ശിവന് 35 വയസ്സാണ്. സ്ഥലം മൂത്താൻതറയാണ്. 10 വർഷം RSSന്റെ വിദ്യാർത്ഥി പ്രമുഖായിരുന്നു. 2015 തെരഞ്ഞെടുപ്പിൽ RSSന്റെ ഏകോപന ചുമതല നൽകിയ 2 പേരിൽ ഒരാളാണ് പ്രശാന്ത് ശിവൻ. 2020 മാർച്ചിൽ യുവമോർച്ചയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയുമായിരുന്നു. പാലക്കാട് സമീപകാലത്തില്ലാത്ത പ്രതിസന്ധിയാണ് BJPക്ക്. ഭരണം നഷ്ടമാകുമോ? ഉറച്ചു നിൽക്കുമോ വിമതപക്ഷം? VS രഞ്ജിത്ത് പറയും. BJPയെ സംബന്ധിച്ച് ഇവിടുത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് മാത്രമല്ല പല ജില്ലകളിലും അതൃപ്തിയുണ്ട്. പല ഗ്രൂപ്പ് നിർദ്ദേശിച്ച ആളുകൾക്കും വോട്ട് കൂടുതൽ കിട്ടിയിട്ട് പോലും അവരെ പരിഗണിക്കാതെ വോട്ട് കുറവ് കിട്ടിയ ആളുകളെ പരിഗണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇലക്ഷൻ സ്വഭാവത്തിൽ നിന്ന് ഒരു സിലക്ഷൻ സ്വഭാവത്തിലേക്ക് BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ BJP ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. നേരത്തെ തന്നെ BJP പറഞ്ഞിരുന്നു സമവായമാണെന്നുള്ളത്. പക്ഷെ സമവായം പോലും നടന്നില്ല എന്നുള്ള ആക്ഷേപം കോഴിക്കോട് പോലുള്ള ജില്ലകളിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, അതുപോലെ പാലക്കാട് പക്ഷേ അവിടെ ഗ്രൂപ്പിസം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു ജില്ലയായതുകൊണ്ട് തന്നെ അവിടെ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയിരിക്കുന്നു. കാരണം വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പ്രശാന്ത് ശിവൻ ഒരു പക്ഷേ അവിടുത്തെ ഒരു യുവാവാണ്, സമരമുഖത്തൊക്കെ സജീവമാണ്, ചാനൽ ചർച്ചകളിൽ സജീവമാണ്, ഒരു പ്രസരിപ്പുള്ള മുഖമാണ്. പക്ഷേ അത് കേന്ദ്ര നേതൃത്വത്തിന് മാത്രം അഭിമതനായ സ്ഥാനാർത്ഥിയായി മാറുന്നു. അവിടെ കൃഷ്ണകുമാർ പക്ഷത്തിന് പോലും C മധുവോ ഓമനക്കുട്ടനോ ഒക്കെ അവരുടെ നോമിനികളായിട്ടുണ്ട്. അവരെ പോലും പരിഗണിക്കാതെ ഈ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരാളെ പരിഗണിച്ചതിലുള്ള അതൃപ്തി ഈ ഗ്രൂപ്പിനകത്ത് തന്നെ ഉണ്ട് നിലനിൽക്കെ ഗ്രൂപ്പിന് പുറത്തുള്ളവർക്ക് സ്വാഭാവികമായിട്ടും വലിയ അമർഷം ഉണ്ടാവും. പ്രത്യേകിച്ച് സ്മിതേഷിൻ്റെ പേര് അവിടുത്തെ നഗരസഭാ കൗൺസിലർമാരടങ്ങുന്ന വലിയൊരു സംഘം മുന്നോട്ട് വെച്ചിട്ട് ആ പേര് പരിഗണിച്ചില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഈ വിഭാഗത്തെ പരിഗണിച്ചില്ല. അതിനുശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ പൂർണ്ണമായും അവഗണനയിലേക്ക് പോകുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവിടെ വലിയ പൊട്ടിത്തെറിയിലേക്കും ഒരു പൊതുവായി ആളുകൾക്കാണ് ഒരു ഗ്രൂപ്പ് യോഗം വിളിച്ചു ചേർക്കാനും അതിൽ തന്നെ ഗ്രൂപ്പ് യോഗത്തിന് ശേഷം നേതാക്കന്മാർ പരസ്യമായി തന്നെ പ്രതികരിക്കാനും ഒക്കെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ രാജി എന്ന് പറയുന്നത് കേവലം സമ്മർദ്ദമായിരിക്കാൻ സാധ്യതയില്ല. അവർ രാജിയിലേക്ക് പോകാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ നടത്തുന്നു. പൂർണ്ണമായും സംഘടനയോടൊരു യുദ്ധം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പാലക്കാടുള്ളത്. സ്വാഭാവികമായിട്ടും ഇനി RSSന്റെ ഭാഗത്തു നിന്ന് മാത്രമേ ഒരു സമവായത്തിൽ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ. കാരണം BJP നേതാക്കന്മാരിൽ പ്രമുഖരായിട്ടുള്ള ഗ്രൂപ്പ് നേതാക്കന്മാരാണ് BJPയിൽ കൂടുതൽ ഇവിടെയുള്ളത്. ആ ഗ്രൂപ്പ് നേതാക്കന്മാർ വിചാരിച്ചാൽ അനുനയിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള നേതാക്കന്മാരല്ല പാലക്കാട് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവരെ അനുനയിപ്പിക്കാൻ പാലക്കാട്ടെ RSS നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന RSS നേതൃത്വമോ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാം. ഇനി അനുനയ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തുമൊക്കെ ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളെ കീ പോസ്റ്റിലേക്ക് നിയമിച്ചുകൊണ്ട് ഒരു അനുനയ നീക്കത്തിന് മാത്രമേ സാധ്യതയുള്ളൂ. കേന്ദ്രം പ്രഖ്യാപിച്ച പട്ടികയായതുകൊണ്ട് പ്രശാന്ത് ശിവനെ മാറ്റുക ഇപ്പോൾ അസാധ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നിസ്സഹായാവസ്ഥയിൽ നിന്നുകൊണ്ട് K. സുരേന്ദ്രൻ പറയുന്നത് ഇവിടെ ഒരു സമവായത്തിനുമില്ല എന്നുള്ളത്. കാരണം കേന്ദ്രം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച പട്ടികയാണ്. ആ പട്ടികയിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുക ഈ സംസ്ഥാന നേതൃത്വത്തിന് പോലും സാധ്യമല്ല. സമവായത്തിന് സുരേന്ദ്രൻ ആഗ്രഹമുണ്ടായാൽ പോലും അത് സാധ്യമല്ലാത്ത രീതിയിലാണ്. അതായത് BL സന്തോഷും JP നദ്ദയും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്ത ആളുകളെ പാലക്കാട്ടെ ശിവരാമനും അതുപോലെ പ്രമീള ശശിധരനും വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കുമെങ്കിൽ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട്ടുണ്ടായിരിക്കുന്നത് അസാധാരണമായ സാഹചര്യമാണ്. ആ അസാധാരണമായ സാഹചര്യത്തിൽ BJP എങ്ങനെ പ്രതികരിക്കും, RSS എങ്ങനെ പ്രതികരിക്കും, കേന്ദ്ര നേതൃത്വം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് പ്രാഥമികമായൊരു പ്രസ്താവന വന്നു കഴിഞ്ഞുവെങ്കിൽ കൂടി ആ രീതിയിൽ എന്തെങ്കിലും സമവായ നീക്കം നാളെ നടക്കുമോ അല്ല രാജിയിലേക്ക് പോകുമോ എന്നാണ്. രാജിയിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ഭരണം നഷ്ടപ്പെടും. BJPക്ക് വലിയൊരു സെറ്റ് ബാക്ക്, വലിയൊരു തിരിച്ചടി പാലക്കാട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്നതും യുവമുഖങ്ങളെ കൊണ്ടുവരുന്നതും നല്ല ഉദ്ദേശത്തോടു കൂടി പാർട്ടിയെ മുന്നോട്ട് നയിക്കാനാണ് എങ്കിൽ പക്ഷേ ആ തീരുമാനം പാർട്ടിക്കുള്ളിൽ വലിയ കലാപക്കൊടി ഉയർത്തുന്നു. ഈ സിലക്ഷൻ കാറ്റഗറി പാർട്ടിയിൽ ഇക്കാലം അത്രയും പ്രവർത്തിച്ചു വന്ന പരിചയ സമ്പത്തുള്ള ആളുകളെ അവഗണിക്കുന്നു എന്ന രീതിയിലേക്ക് പാർട്ടിയിലെ അസംതൃപ്തി വളർത്താൻ മാത്രമാണ് ഈ ഘട്ടത്തിൽ കാരണമായിട്ടുള്ളത്.